നേരിയ വേനൽ മഴയിൽ പോലും ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് വരാനിരിക്കുന്ന മഴക്കാലത്ത് വലിയ ഭീഷണിയാകുന്നു. ഇരിട്ടിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ ഇവിടെ ശാസ്ത്രീയമല്ലാത്ത ഡ്രെയിനേജ് സംവിധാനമാണ് നിലവിലുള്ളത്. മഴക്കാലത്തിനു മുന്നോടിയായി ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ നിലവിൽ മണ്ണും മാലിന്യങ്ങളും അടിഞ്ഞ് ഡ്രെയിനേജ് പൂർണ്ണമായും ബ്ലോക്കായ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ റോഡിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം കയറിയിരുന്നു. തുടർന്ന് വ്യാപാരികൾ തന്നെ നേരിട്ടിറങ്ങി മൺകൂനകൾ നീക്കം ചെയ്താണ് താൽക്കാലികമായി വെള്ളം ഒഴുക്കിവിട്ടത്. എങ്കിലും ഡ്രൈനേജിനുള്ളിലെ മണ്ണും അവശിഷ്ടങ്ങളും മാറാത്തതിനാൽ ശക്തമായ മഴ പെയ്താൽ വെള്ളം ഒട്ടും പുറത്തേക്ക് പോകാത്ത സാഹചര്യമാണ്. വെള്ളം കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോൾ എല്ലാ സ്ഥലവും ഇവിടെയുള്ള കുറേ കടകളിൽ 5-10 കടകളിൽ വെള്ളം കയറി താഴെ ആയിട്ടുള്ളത്. ഇതാണ് ഡ്രെയിനേജ്. ഇതിലൂടെ വെള്ളമാണ് അങ്ങോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെയൊക്കെ അവിടെ ബ്ലോക്കാണ്, അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടം വരെ ചെയ്തിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ആ ഭാഗത്താണ് ശരിക്കും ബ്ലോക്ക് വന്നത്. ഇങ്ങനെ വെള്ളം പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകാത്തതുകൊണ്ടാണ് മൊത്തം അവിടെ ബ്ലോക്കായിട്ട് കടകളിലൊക്കെ വെള്ളം കയറി. അപ്പോൾ അന്ന് പിറ്റേന്ന് കടകളൊന്നും ഉണ്ടായിട്ടില്ല, കുറേ ഹോട്ടലിലൊന്നും ഉണ്ടായിട്ടില്ല, ഭക്ഷണം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഇനിയിപ്പം കടകൾ രാത്രിയായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാശനഷ്ടം വരുമായിരുന്നു. ഒരു 5-6 വർഷം മുമ്പ് ഇവിടെയെല്ലാം വെള്ളം കയറി, 5-8 വർഷം മുമ്പ് ഇവിടെയെല്ലാം ഈ കടയിലെല്ലാം വെള്ളം കയറിയതാണ്. അന്ന് ഭയങ്കര നഷ്ടം ഇതിനേക്കാളും ഭയങ്കരമായിരിക്കും സംഭവം ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷേ ആൾക്കാരെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഇപ്പം മഴ അതിനുശേഷം പെയ്തിട്ടില്ല. ഇനിയിപ്പം മഴ പെയ്താലേ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താവും എന്നുള്ളത്. കാലവർഷം എത്തുന്നതിന് മുൻപ് അധികൃതർ ഇടപെട്ട് പ്രീ മൺസൂൺ ശുചീകരണം നടത്തിയില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ തോതിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടവും ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികളും വ്യാപാരികളും. അപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ വലിയ പ്രയാസമാണ് ഇവിടെ ഇനി നേരിടാൻ പോകുന്നത്. കാരണം മഴക്കാലം വരുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടാൻ സാധ്യതയുള്ളത്. കാരണം ഡ്രെയിനേജ് സംവിധാനം മുഴുവൻ വേണ്ട രീതിയിൽ മഴക്കാലത്തിന് മുമ്പ് അവർ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും മണ്ണ് അടിഞ്ഞ് ഡ്രെയിനേജ് സംവിധാനം മുഴുവനായിട്ട് ബ്ലോക്കായി കിടക്കുന്ന നിലയാണുള്ളത്. ഈ മഴക്കാലം കൂടി വരുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് ഇതിനൊരു ഇടപെടൽ ഉത്തരവാദിത്തപ്പെട്ടവർ എടുത്തില്ലെങ്കിൽ വലിയ വെല്ലുവിളിയാണ് ഈ പ്രദേശത്ത് നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏജൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജിതിനൊപ്പം അഫ്ലഹ്.